സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നായിരുന്നു ടെസ്റ്റ് റിപ്പോർട്ട്. കുട്ടികൾ ഉണ്ടാവില്ല എന്നല്ല, ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ ചികിത്സ തുടങ്ങിയത്. എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, പക്ഷേ റോഷന് പ്രതീക്ഷയില്ലായിരുന്നു. കുട്ടികൾ ഉണ്ടാവില്ലെന്ന് റോഷൻ ഉറച്ചു വിശ്വസിച്ചു. എന്തൊരു ക്യാരക്ടറാണോ തന്റേത്. ഇപ്പൊ റോഷന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റിന് ഫലമുണ്ടായി. ദൈവാനുഗ്രഹം ഉണ്ട് തനിക്ക്. സ്വപ്ന പ്രഗ്നന്റ് ആണെന്ന് അറിയിച്ചപ്പോ താനൊന്ന് ഞെട്ടി. അവളെ സംശയിച്ചു. എടോ, സ്വപ്നയുടെ വയറ്റിൽ വളരുന്നത് തന്റെ കുഞ്ഞാണ്. താൻ അച്ഛനാവാൻ പോവാണ്. സന്തോഷിക്കേണ്ട സമയമാണിത്. വെറുതെ ഓരോന്ന് ആലോചിച്ച് സന്തോഷം നശിപ്പിക്കണ്ട. ഇല്ല ഡോക്ടർ, ഞാനിപ്പോ എല്ലാം മനസ്സിലാക്കുന്നു. ഞാൻ എന്തൊരു മണ്ടനാണ്. ഞാൻ എന്റെ സ്വപ്നയെ വെറുതെ... ചെല്ല്, അവളെ കരയിപ്പിക്കാതെ നോക്ക്. ചെന്ന് നല്ലൊരു സമ്മാനം കൊടുക്ക്. അവൾ അത് ആഗ്രഹിക്കുന്നുണ്ടാവും റോഷൻ. മോൾ എന്താന്ന് സംസാരിക്കാത്ത? കീർത്തി ആന്റിയോടും അങ്കിളിനോടും പിണങ്ങിയോ? നമ്മുടെ ചിന്നു നല്ല കുട്ടിയാ, അവക്ക് പിണങ്ങാനൊന്നും ആവില്ല, അല്ലേ മോളെ? അല്ലെങ്കിൽ എന്തിനാ പിണങ്ങുന്നേ? അമ്മയെ തേടിയല്ലേ മോള് വന്നത്. മോളുടെ പെറ്റമ്മ ആരാന്ന് മോക്ക് മനസ്സിലായി. ഇനി അമ്മയുടെ കൂടെ താമസിക്കാൻ പോകുന്നു. അപ്പൊ സന്തോഷിക്കല്ലേ വേണ്ടത്? എന്റെ അമ്മ കീർത്തി ആന്റിയാന്ന് പറഞ്ഞപ്പോ ചിന്നു സന്തോഷിച്ചിരുന്നു. ആ സന്തോഷം ഇപ്പൊ ഇല്ല. ഒന്നും എന്നോട് പറയണ്ടായിരുന്നു. എന്റെ അമ്മ സ്വപ്നാന്റിയാണെന്നൊന്നും പറയണ്ടായിരുന്നു. എനിക്ക് നിങ്ങളുടെ കൂടെ തന്നെ കഴിഞ്ഞാ മതി. സത്യം എപ്പോഴായാലും അറിയണ്ട മോളെ. എന്തിനാ ഇത്രയും വിഷമം? ഒരേ വീട്ടിൽ തന്നെയാണ് എല്ലാവരും താമസിക്കുന്നത്. ചിന്നുവിന് ഞങ്ങൾക്ക് ചിന്നുവിനെ എപ്പോ വേണമെങ്കിലും കാണാം. ഒരു കണക്കിന് ഒന്നിച്ചു തന്നെയാ കഴിയുന്നത്, അല്ലേ രാഹുൽ? അതെ. അതെ, റോഷൻ സാറ് സ്വപ്നയോട് സംസാരിച്ചു കാണും. രാഹുൽ, റോഷൻ സാറിനെ ഒന്ന് കാണും. നമ്മൾ ചിന്നനോട് സംസാരിച്ചെന്ന് പറ. മോൾക്ക് നിങ്ങളുടെ കൂടെ കഴിയാൻ സമ്മതാന്ന് പറ. ഞാൻ ഏട്ടനൊന്ന് കാണട്ടെ. കീർത്തി ആന്റിക്കും രാഹുൽ അങ്കിളിനും ചിന്നു ഒരു ശല്യായല്ലേ? അങ്ങനൊന്നും പറയില്ലേ മോളെ.
സ്വപ്ന, നീ എന്നോട് ക്ഷമിക്കണം. എനിക്ക് വയ്യ. ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്? ഞാനൊരു മനുഷ്യനാണോ? എന്താ റോഷൻ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒരു നിമിഷം ഞാനല്ലാതായി പോയി. നിന്നെ തെറ്റിദ്ധരിച്ചു. ഞാനങ്ങനെ ചിന്തിക്കരുതായിരുന്നു. സ്വപ്ന, നീ എന്നോട് ക്ഷമിക്കേ. ഞാൻ എൻ്റെ സ്വപ്നയിൽ നിന്ന് ചിലതൊക്കെ മറച്ചു വെച്ചിരുന്നു. എനിക്ക് കുട്ടികളുണ്ടാകാനുള്ള സാധ്യതയില്ലെന്നായിരുന്നു പരിശോധനാ ഫലം. എങ്കിലും ഡോക്ടർ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ ചികിത്സ തുടങ്ങി. എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. ഞാൻ ഈ കാര്യം നിന്നോട് പറയാതിരുന്നത് ഭയന്നിട്ടായിരുന്നു. നീ എന്നെ വിട്ടുപോകുമെന്ന് ഞാൻ ഭയന്നു. എങ്കിലും സത്യം നിന്നോട് പറയാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നീ ഗർഭിണിയാണെന്ന് പറഞ്ഞത്. ഒരു നിമിഷം നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു. നീ എന്നെ ചതിച്ചെന്ന് കരുതി. തെറ്റാണ് ഞാൻ ചെയ്തത്. സ്വപ്ന, എന്നോട് ക്ഷമിക്കേ. എന്നെ വെറുക്കരുത്. ഇതിന്റെ പേരിൽ നീ പിണങ്ങരുത്. ഒരു ഭാര്യയ്ക്കും ക്ഷമിക്കാൻ കഴിയാത്ത വാക്കുകളാണ് ഞാൻ പറഞ്ഞത്. എങ്കിലും പറയുകയാണ്, എന്നോട് പൊറുക്കണം സ്വപ്ന. എന്നെ കുറിച്ച് ഇങ്ങനെയാണോ ചിന്തിച്ചത്? അങ്ങനെ ഒരുവളാണോ ഞാൻ? പറയ, അങ്ങനെ ഒരുവളാണോ ഞാൻ? ഞാനെന്താ അഞ്ജലിയാണോ? ഈ മനസ്സിൽ ഒരേ ഒരാളേ ഉള്ളൂ, അത് റോഷൻ മാത്രം. മരണം വരെയും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി റോഷന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് കരുതുക, ഞാൻ ഗർഭിണി ആവില്ല എന്ന് കരുതുക. അതിന്റെ പേരിൽ റോഷനെ ഉപേക്ഷിച്ച് പോവോ ഞാൻ? എന്തൊക്കെയാ റോഷൻ ചിന്തിച്ചു വെച്ചേക്കുന്നത്? വലിയ മനസ്സാണ് നിന്റേത്. അത് മനസ്സിലാക്കാത്ത ഞാനൊരു വിഡ്ഢിയാണ്. എന്നോട് പൊറുക്കണം സ്വപ്ന. ക്ഷമ ചോദിക്കുന്നു വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും സ്വപ്നയ്ക്ക് റോഷനെ വെറുക്കാൻ കഴിയില്ല. സന്തോഷിക്കേണ്ട സമയം ഇത്. എന്തിനാ രണ്ടുപേരും കണ്ണീരിൽ കുളിക്കുന്നത്? പറഞ്ഞതും കേട്ടതൊക്കെ മറക്കാം നമുക്ക്. ഇപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വീണത്. ചതിച്ചെന്ന് പറഞ്ഞ മുറുക്കി പുറത്തേക്ക് പോയത് പെട്ടെന്ന് മനസ്സ് മാറി തിരികെ വന്നു. ഡോക്ടറെ വിളിച്ചു അല്ലേ? ഡോക്ടർ പറയേണ്ടി വന്നു എന്നെ വിശ്വസിക്കാൻ, അല്ലേ റോഷൻ? മതി സ്വപ്ന, എന്റെ നെഞ്ചിൽ സൂചിമുന കൊണ്ട് കുത്താതെ. കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞു 2 കാര്യങ്ങൾ പറയാനുണ്ടെന്ന്. അതില് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്താണാവോ രണ്ടാമത്തെ കാര്യം? ഇനി അത് പറയേണ്ടതില്ല. മറ്റൊരു കുഞ്ഞ് വേണ്ട ഇനി. നമുക്ക് സ്നേഹിച്ച് വളർത്താൻ സ്വന്തം കുഞ്ഞുണ്ടല്ലോ. കുറച്ചു മാസം കഴിയുമ്പോ നീ എനിക്കൊരു പൊന്നോമനെ തരില്ലേ? അത് മതി റോഷന്. നല്ല സന്തോഷത്തിലാണല്ലോ ഏട്ടൻ. എല്ലാം പറഞ്ഞെന്ന് തോന്നുന്നു. ചിന്നുനെ വളർത്താൻ സ്വപ്നം സമ്മതിച്ചെന്ന് തോന്നുന്നു. എന്തൊരു സന്തോഷാണിത്. ഇനിയല്ലേ സ്വപ്ന നമ്മൾ ശരിക്കും ജീവിക്കാൻ പോകുന്നത്, സന്തോഷിക്കാൻ പോകുന്നത്. റോഷൻ സാറ് സ്വപ്നയായിട്ട് സംസാരിച്ചോ? ഞാൻ ഏട്ടനോട് സംസാരിച്ചില്ല. ഏട്ടനെല്ലാം സ്വപ്നയോട് പറഞ്ഞെന്നാ തോന്നുന്നത്. ചിന്നുനെ നോക്കാൻ സ്വപ്ന സമ്മതിച്ചെന്ന് തോന്നുന്നു.
എന്താ ഉറപ്പ്? സന്തോഷം തരുന്ന കാഴ്ച അവിടെ ഞാൻ കണ്ടത്. ഏട്ടന് അത്രയ്ക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ ഏട്ടൻ പറഞ്ഞത് സ്വപ്ന കേട്ട് കാണും. മോളെ സംരക്ഷിക്കാൻ സ്വപ്ന സമ്മതിച്ചു കാണും. ശരിയാ. ചിന്നുനോട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അവര് മോളെ നന്നായിട്ട് കെയർ ചെയ്യും. സന്തോഷം കൊണ്ട് റോഷൻ സാറിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുകയാണല്ലോ. ഇത്രയും നാൾ വെറുതെ എനിക്കത് ഓർക്കുമ്പോ തന്നെ. ശരിയാ, ഇപ്പൊ തോന്നുന്നുണ്ടല്ലേ വെറുതെ ടെൻഷൻ അടിച്ച്. ഞാനത് പറയാൻ വരികയായിരുന്നു. ആരാണ് ഈ സർപ്രൈസ് പൊളിച്ചത്? അതിനിടയ്ക്ക് സ്വപ്ന വിളിച്ചു പറഞ്ഞോ? ഞാനവിടെ വന്നിരുന്നു. അപ്പോ നിങ്ങളവിടെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ. എടാ ഭയങ്കര. കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണെന്നായിരുന്നു ടെസ്റ്റ് റിപ്പോർട്ട്. കുട്ടികൾ ഉണ്ടാകും എന്ന പ്രതീക്ഷ നൽകി ഡോക്ടർ ചികിത്സ തുടങ്ങിയത് എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് ഞാൻ കരുതിയത്. ആദ്യം സ്വപ്ന ഛർദ്ദിക്കുന്നത് കണ്ടപ്പോ ഞാനൊന്ന് ഞെട്ടി. അപ്പോ അവള് പറഞ്ഞു അവള് പ്രഗ്നന്റ് ആണെന്ന്. ഒരു നിമിഷം എന്റെ മനസ്സ് പതറിപ്പോയി. ഞാൻ അവളെ സംശയിക്കുക പോലും ചെയ്തു. ഡോക്ടറെ വിളിച്ചപ്പോഴാണ് സമാധാനായത്. പെട്ടെന്ന് തന്നെ ചികിത്സ ഫലിച്ചു എന്നാണ് രാഹുൽ. സ്വപ്ന ഗർഭിണിയാണെന്നാണോ പറയുന്നത്? അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ കരുതിയത്. എടാ സ്വപ്ന പ്രഗ്നന്റ് ആണെന്ന്. ഈ റോഷൻ ഒരച്ഛനാകാൻ പോകുന്നു. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ ഒരു സന്തോഷക്കുറവ് പോലെ? സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. കൺഗ്രാറ്റ്സ് ഏട്ടാ. താങ്ക് യു. ചിന്നുവിന് സന്തോഷാവും. വീട്ടിൽ അവൾക്കൊരു കൂട്ടുവരാൻ പോവല്ലേ. എങ്കിൽ ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെ. അവള് തനിച്ചല്ലേ. വേഗം വരണമെന്ന് പറഞ്ഞിരുന്നു. ഇനിയും എപ്പോഴും ഞാൻ അവളുടെ കൂടെ തന്നെ വേണ്ടേ? റോഷൻ സാറ് നമ്മളോട് പറഞ്ഞതൊക്കെ മറന്നോ? റോഷൻ സാർ, റോഷൻ സാറ് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. എന്ത് കാര്യം? ചിന്നുനെ ഏറ്റെടുക്കുന്ന കാര്യം. ഏട്ടൻ സ്വപ്നയോട് സംസാരിച്ചില്ലേ? ആര് പറഞ്ഞ് സംസാരിച്ചെന്ന്? സംസാരിക്കാൻ ഇരുന്നതായിരുന്നു. ഒക്കെ പറഞ്ഞു വരാൻ തുടങ്ങിയപ്പോഴല്ലേ സ്വപ്ന ഛർദ്ദിച്ചത്. അവള് പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം അക്കാര്യം സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് മക്കളുണ്ടാകില്ല എന്ന വിശ്വാസത്തിൽ കൂടിയാണ് ഞാൻ ആദ്യം അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഞാനൊരു അച്ഛനാവാൻ പോവുകയല്ലേ. ഇനി ചിന്നുവിനെ സംരക്ഷിക്കാൻ കഴിയില്ല. നിങ്ങൾ തന്നെ നോക്കുന്നതാണ് നല്ലത്. ഞാൻ അവളുടെ അമ്മയല്ലെന്നുള്ള സത്യം ഞാൻ അവളോട് പറഞ്ഞു. ഇനി റോഷൻ സാറ് സ്വപ്നയും അവളെ വളർത്തുമെന്നും പറഞ്ഞു. കുഞ്ഞു മനസ്സല്ലേ, അവളെ പറഞ്ഞു തിരുത്താനൊക്കെ കഴിയും.
സ്വപ്ന ഗർഭിണിയാണ്. ഇനി ഞാൻ സമ്മതിച്ചാൽ തന്നെ ചിന്നുവിനെ ഏറ്റെടുക്കാൻ സ്വപ്ന തയ്യാറാകുമോ? അതിനവളെ നിർബന്ധിക്കുന്നത് തന്നെ തെറ്റല്ലേ? ചിന്നുവിനെ പറഞ്ഞ് മനസ്സിലാക്കാം. അവൾക്കൊക്കെ മനസ്സിലാവും. നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട. ഇത് വല്ലാത്ത ചതിയായിപ്പോയി. എന്ത് ചതി? കീർത്തി പ്രഗ്നന്റ് ആവട്ടെ, അപ്പൊ നിനക്ക് മനസ്സിലാവും. വീട്ടിലെത്തിയ ഉടനെ കീർത്തിയല്ല ചിന്നുവിന്റെ അമ്മ എന്ന സത്യം എല്ലാവരോടും പറയണം. വീട്ടുകാരുടെ പിണക്കവും പരിഭവവും ഒക്കെ മാറ്റണം. ടെൻഷനൊന്നും വേണ്ട. ചിന്നുവിനെ ആരും പറഞ്ഞു വിടാനൊന്നും പറയില്ല. അവൾ നമ്മുടെ വീട്ടിൽ നിങ്ങൾക്കൊപ്പം സന്തോഷമായിട്ട് കഴിയട്ടെ. എന്തൊരു സങ്കടമാണ് ഇത്. ദേ, രണ്ടുപേരും എന്റെ മൂഡ് കളയരുത്. എല്ലാത്തിനും ഞാനില്ലേ നിങ്ങളുടെ കൂടെ? എന്തിനാണ് ഇത്ര ടെൻഷൻ? ചിന്നുവിനോട് ഞാൻ സംസാരിക്കണോ? വേണ്ട. ഹലോ സ്വപ്ന. തൽക്കാലം ആശ്വസിക്കാം. റോഷൻ തീരുമാനത്തിൽ നിന്ന് പിന്മാറി. ചിന്നുനെ ഏറ്റെടുക്കുന്ന കാര്യം വേണ്ടെന്ന് വെച്ചു. രാഹുലിനോടും കീർത്തിയോടും നേരിട്ട് ഇക്കാര്യം പറയുകയും ചെയ്തു. നീ പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞോ? പറഞ്ഞു. പാവം അത് വിശ്വസിക്കുകയും ചെയ്തു. വളർത്താൻ സ്വന്തം കുഞ്ഞുള്ളപ്പോ ഇനി എന്തിനാ വേറെ കുഞ്ഞെന്നാ പറയുന്നേ? എന്റെ ബുദ്ധി എങ്ങനെയുണ്ട്? കൊള്ളാം, സമ്മതിച്ചിരിക്കുന്നു. തൽക്കാലം ആശ്വാസമായി. എങ്കിലും പ്രശ്നങ്ങള് ബാക്കിയാ. ചിന്നുവിനെ തന്ത്രപൂർവം എന്നിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് കീർത്തിയും രാഹുലും നടത്തിയത്. അത് നടന്നില്ല. അവര് തോറ്റുപോയി. അവരിപ്പോ വാശിയിലായിരിക്കും. സത്യം അവരെല്ലാരോടും തുറന്നു പറയുമെന്നുള്ള പേടിയുണ്ട്. എന്റെ കുഞ്ഞാണ് ചിന്നു എന്നുള്ള സത്യം എല്ലാരും അറിഞ്ഞാ അതോടെ തീർന്നു. അവള് പ്രതികാരം ചെയ്യൂടി. അങ്ങനൊരു പേടി വേണ്ടാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഒക്കെ റോഷൻ അറിഞ്ഞ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ദുരന്തം അവര് മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ടാ ഇതുവരെ സത്യങ്ങളൊന്നും പറയാതിരുന്നത്. ഇനിയും അവര് പറയില്ല. അക്കാര്യത്തിൽ ഒരു പേടി നിനക്ക് വേണ്ട. നീയും സത്യം അറിഞ്ഞതായിട്ട് ഭാവിക്കേ വേണ്ട. ചിന്നുവിനോട് നീയാണ് അവളുടെ അമ്മയെന്ന് അവര് പറഞ്ഞിട്ടുണ്ടോന്ന് തന്ത്രപരമായിട്ട് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത നീക്കം പ്ലാൻ ചെയ്യാം. അതുവരെ നീ എൻജോയ് ചെയ്യും. ഒരു ടെൻഷനും വേണ്ട. പിന്നെ ഗർഭിണിയായിട്ട് നന്നായിട്ട് അഭിനയിക്കണം കേട്ടോ. ഭർത്താവിന്റെയും വീട്ടുകാരുടെയൊക്കെ സ്നേഹം വാരിക്കോരി കിട്ടും നിനക്ക്. ശരി ശരി. അഭിനയിക്കാൻ എന്നെ ആരും പഠിപ്പിക്കേണ്ടതില്ലല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ വിളിച്ചോളാം. സ്വപ്നാന്റിക്കും റോഷനങ്കളിനും കുഞ്ഞുബാബ പറക്കാൻ പോവല്ലേ? ഇനി എന്നെ വേണ്ടായിരിക്കും അല്ലേ? സ്വപ്നാന്റി അല്ല, അമ്മ. ആരുടെ മുന്നിലും അങ്ങനെ വിളിക്കരുത്. പക്ഷെ മനസ്സിൽ അങ്ങനെ തന്നെ വേണം. അവർക്കെന്നെ വേണ്ട. ഇനി എന്ത് ചെയ്യും ആന്റി? കീർത്തി ആന്റിയും രാഹുലങ്കളും എന്നെ അവരുടെ അടുത്ത് ഏൽപ്പിക്കാൻ നോക്കിയതല്ലേ? നിങ്ങൾക്കും എന്നെ വേണ്ടല്ലോ. എന്നെ അനാഥാലയത്തിൽ കൊണ്ട് വിട്ടേക്ക് ആന്റി. ഞാൻ അവിടെ നിന്നോളാം. ആരാ പറഞ്ഞത് ഞങ്ങൾക്ക് മോളെ വേണ്ടാന്ന്?
അവര് മോളെ ഏറ്റെടുത്തില്ലെന്ന് കരുതി ഞങ്ങള് മോളെ ഉപേക്ഷിക്കൂ? അത്രയ്ക്ക് ക്രൂരതയുള്ളവരാണോ ഞങ്ങള്? മോള് വിഷമിക്കാതിരിക്കും. മോളെ ഞങ്ങള് ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ മോള് മോളുടെ അമ്മയുടെ കൂടെ തന്നെ കഴിയും. കീർത്തി ആന്റിയാ പറയുന്നത്. ഞാൻ അവരുടെ മകളാണെന്ന് സ്വപ്നമ്മയോട് മാത്രമായിട്ട് പറഞ്ഞാലോ? ചിന്നുനോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്നെ സ്വപ്നമ്മ കൂടെ നിർത്തൂലേ? സന്തോഷാവില്ലേ സ്വപ്നമ്മയ്ക്കും? റോഷനങ്കിളിനോട് ഒന്നും പറയാതിരുന്ന പോരെ? ഒക്കെ ആലോചിക്കേണ്ടിയിരിക്കുന്നു മോളെ. സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാം. എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് രാഹുൽ. എന്ത് സംശയം? ക്ഷീണുണ്ടോ തനിക്ക്? ചെറുതായിട്ടുണ്ട്. പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം വീട്ടിലേക്ക് വിളിച്ച് പറയണ്ട കേട്ടോ. നമുക്ക് അവർക്കൊരു സർപ്രൈസ് കൊടുക്കാം. ഒക്കെ റോഷന്റെ ഇഷ്ടം പോലെ. നമുക്കൊരു കുഞ്ഞു പിറക്കാൻ പോകുന്നെന്ന് പറയുമ്പോ എല്ലാവർക്കും സന്തോഷാവും. സ്വപ്ന, സ്വപ്ന, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും. ആ, അനുപമേളമയാണ് വിളിക്കുന്നത്. ഫോൺ എടുക്കാല്ലേ? ആ, എടുത്തോ. ഹലോ, ഞാൻ സ്വപ്നയുടെ ഫോണിലേക്കല്ലേ വിളിച്ചത്. അവളെവിടെ? ഓ, ഞാൻ എടുത്തത് ഇപ്പൊ കുറ്റമായോ? എന്റെ പ്രിയപ്പെട്ട ഭാര്യ ബാത്റൂമിലാണുള്ളത്, ഛർദിക്കുക. അതാണ് ഞാൻ ഫോൺ എടുത്തത്. ഭാര്യ എത്തി, ഞാൻ ഫോൺ കൊടുക്കാം. ഹലോ എളേമ്മേ. എന്താടി ഒരു ഛർദിയൊക്കെ? അവിടുത്തെ ഭക്ഷണം ഒന്നും പിടിച്ചില്ലേ? ചെറിയൊരു വിശേഷമുണ്ട്. ഞാൻ പ്രഗ്നന്റ് എളേമ്മേ. സത്യം? എന്തൊരു ചോദ്യം അത്? ഇത് കാര്യത്തിൽ കള്ളം പറയോ? കൺഗ്രാറ്റ്സ് കേട്ടോ. നീ അടുത്തുണ്ടായിരുന്നെങ്കിലേ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തന്നേനെ. അത് വീട്ടിലെത്തിയിട്ട് തന്നാ മതി.